എൻട്രി എന്ന് പറയുന്നത് ഞാൻ ബഹ്റൈനിലായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കുറേ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഡാൻസ് ഷോസ് ചെയ്യും, തിയേറ്റർ വർക്ക്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കങ്ങനെ സിനിമ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിൽ സിനിമയിൽ വന്ന് അഭിനയിക്കണമെന്നോ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ വലിയ സ്ക്രീനിൽ കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ സുബേഷ് സർ. അപ്പോൾ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ മോക്ക് എന്തെങ്കിലും നല്ലൊരു റോൾ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിൽ ജയസൂര്യ സാറായിരുന്നു ഡയറക്ടറും, പിന്നെ ദിലീപേട്ടൻ്റെ പടമായിരുന്നു. ഒരു 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ച് അതിൻ്റെ ഒരു ഹെൽത്തി വർക്ക് എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. സിനിമ നമുക്ക് പോയി എല്ലാ ആർട്ടിസ്റ്റിനെയും പോയി പരിചയപ്പെടാം, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു ലവ് ലെറ്റർ വായിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ലവ് ലെറ്റർ തന്നു, അതിൽ ശരിക്കും എന്തൊക്കെയോ ലവ് സ്റ്റഫ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റാർട്ട് ആക്ഷൻ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. എല്ലാവരും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ എടുത്തിട്ട് പോയി. ഞാനറിയില്ല, ഞാൻ അവിടെ നിന്ന് ബുദ്ധിമുട്ടിരുന്ന് വായിക്കുക എന്താ എഴുതിയിരിക്കണേന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല, എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു ഷോട്ട് കഴിഞ്ഞു, നീ അങ്ങോട്ട് മാറി നിന്നു, വേറെ ഷോട്ട് എടുക്കുമെന്ന്. അപ്പോഴേ അറിയണം ഓക്കെ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ. പിന്നെ എന്ന് പറയുന്നത് അതിലെ ആക്ട്രസ്ന്ന് ഗജാല എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. പുള്ളിക്കാരിയായിട്ടൊരു കോളേജ് മേറ്റ് ആയിട്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് ഉള്ള ഒരു സംസാരം, കോൺവെർസേഷൻസൊക്കെ അതായിരുന്നു ഷോട്ട്. എനിക്ക് ഡയലോഗൊന്നും ഓർമ്മയില്ല എന്തായിരുന്നു. ആദ്യ സംവിധായകൻ ജയസൂര്യ സാറായിരുന്നു. വെരി ഫ്രണ്ട്ലി പേഴ്സൺ. അപ്പോൾ ഞാനൊരു കുറച്ച് കിഡിഷ് ആയിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു കാഷ്വൽ വേയിലായിരുന്നു ബിഹേവ് ചെയ്തത്. അപ്പോൾ അവരും അതുപോലെ തന്നെ എന്നെ ആ ഒരു കുട്ടിത്വം അവർക്ക് മനസ്സിലായി, ഈ കുട്ടിക്കൊന്നും അറിയില്ല, പൊട്ടിയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരും എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ സംസാരിച്ചത്. അപ്പോൾ ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു എൻ്റെ തിരക്കഥ. കേരളോത്സവത്തിൻ്റെ തന്നെ കേരളോത്സവം അങ്ങനെ വായിച്ചില്ല, അവർ തന്നെ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വായിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. കേരളോത്സവത്തിൽ തന്നെ ഒരു പെണ്ണാളി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്ന ഒരു കല്യാണം നടക്കുന്ന ഒരു ഇതിൽ ഞാൻ അവിടെ പോയിട്ട് എല്ലാവരെയും ഡാൻസ് കളിച്ച് എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നു. ആദ്യ നായകൻ വിനു മോഹനായിരുന്നു. കേരളോത്സവം 2009 എന്ന് പറഞ്ഞ പടത്തിൽ ശങ്കർ സാറായിരുന്നു ഡയറക്ടർ. അപ്പോൾ വിനു മോഹനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തത്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറും. ഡബ്ബിങ് എക്സ്പീരിയൻസ് കേരളോത്സവത്തിൽ തന്നെയായിരുന്നു. ആക്ച്വലി ഞാൻ ബഹ്റൈനിൽ വന്നതുകൊണ്ട് എനിക്കൊരു ഇടയ്ക്കൊരു ഇംഗ്ലീഷ് സ്ലാങ് പോലെ വരുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട വിഷ്ണു ഇപ്പോൾ ഡബ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അതൊരു നാടൻ ക്യാരക്ടറായിരുന്നു. നാടൻ ക്യാരക്ടറാണെങ്കിലും 2009 നടക്കണം. അപ്പോൾ ശങ്കർ സാർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇപ്പോഴത്തെ പിള്ളേർ എന്തായാലും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം, അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് കലർന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും വിഷ്ണുവിൻ്റെ നല്ല വോയിസ് ആണ്, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കേരളോത്സവത്തിൽ വന്ന് ചെയ്തത്. പക്ഷേ അങ്ങനെ ഡബ്ബിങ്ങിലും ഒരു വേരിയേഷൻ ഉണ്ട്. എങ്ങനെ ആ ഒരു മോഡുലേഷൻ കീപ്പ് ചെയ്തിട്ട് സംസാരിക്കണം അതുപോലും എനിക്കറിയണ്ടായിരുന്നില്ല. ഞാനവിടെ കിടന്നിട്ട് നമ്മൾ സാധാ ഒരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കണേ അങ്ങനെയൊക്കെ ആയിരുന്നു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഇത് ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ടി വി അല്ലല്ലോ, തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു ഡബ്ബിങ്ങും മോഡുലേഷൻസും ഒക്കെ.